ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ എനർജി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 10 സിമ്പിൾ ടിപ്സ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വീട്ടിൽ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്, വീട്ടിൽ കയറുമ്പോഴത്തേക്കും ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ ഒരു വൈബില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ സാമ്പ്രാണിത്തിരിയോ കുന്തിരിക്കോ കർപ്പൂരോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് കത്തിക്കുക. അത് കത്തിച്ച് പിന്നെ വീട്ടിൽ നമ്മൾ കുന്തിരിക്കമൊക്കെ ചെയ്യാറുണ്ടല്ലോ, അത് എല്ലാ ദിവസവും ചെയ്യാം. പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ഹിമാലയൻ സോൾട്ട് എന്ന് പറയുന്ന സാധനം വളരെ നെഗറ്റിവിറ്റിയൊക്കെ പോകാൻ വളരെ പവർഫുൾ ആയിട്ടൊരു സംഭവമാണ്. അത് നമുക്ക് പിന്നെ കുറച്ചെടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ മൂലയ്ക്കൊക്കെ ഒരു പാത്രത്തിലോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും നമുക്ക് അത് എടുത്ത് കളയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി അബ്സോർവ് ചെയ്തിട്ട് അത് നമ്മുടെ വീടിനെ ക്ലെൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാനത് ചെയ്യാറുണ്ട്. അത് നമുക്ക് നെഗറ്റീവ് വൈബൊക്കെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഹിമാലയൻ സോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സോൾട്ട് ബാത്ത്, അതിപ്പോൾ ഹിമാലയൻ സോൾട്ടോ അല്ലെങ്കിൽ സാധാരണ കല്ലുപ്പോ എന്ത് തന്നെയാണെങ്കിലും ഇട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ്. അത് ഈ ഒരു സ്പിരിച്വൽ ഇത് മാത്രമല്ല, നമുക്ക് നീര് പോലൊക്കെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ വേണ്ടത് സൗണ്ട് മെഡിറ്റേഷനിൽ ആദ്യം നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യം സിംഗിങ് ബൗളാണ്. ഇപ്പോൾ സിംഗിങ് ബൗൾ നിങ്ങൾക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഗൈഡഡ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒച്ചത്തിൽ വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു വൈബ്രേഷൻ നമ്മുടെ വീട്ടിൽ മൊത്തം വരും. പിന്നെ വേറെ എന്ന് പറയുന്നത് വിൻഡ് ചിംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് വിൻഡ് ചിംസ്. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ നല്ല സ്പിരിച്വൽ വേയിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ലളിത സഹസ്രനാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒച്ചത്തിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടാം. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അടുത്ത ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ ഡൗൺ ആക്കുന്ന കാര്യം പേപ്പറിൽ എഴുതിയിട്ട് കത്തിച്ച് കളയുക. റൈറ്റ് ആൻഡ് ബേൺ എന്ന് പറയും. അതും ഒരു നല്ല പ്രാക്ടീസാണ്. പിന്നെ അടുത്ത് എസെൻഷ്യൽ ഓയിൽസ്, ഇപ്പോൾ ലാവൻഡറോ സാൻഡൽവുഡോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ കുളിക്കാൻ നേരത്ത് ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ മണത്തിന് വേണ്ടി വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പറ്റുന്ന മെഡിറ്റേഷൻസ് ചെയ്യാം. നമുക്ക് ബ്രീതിങ് എക്സസൈസ് അത് ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട, ഒരു മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീകൾട്ടർ ചെയ്യുക. നമ്മൾ 6 മാസത്തിൽ കൂടുതൽ എന്തെങ്കിലും സാധനം ഉപയോഗിക്കാതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കത്തിച്ച് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനർജി നല്ലപോലെ നമ്മുടെ വീട്ടിൽ സ്പ്രെഡ് ആകുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ എനർജി ഇങ്ങനെ സ്റ്റാഗ്നേറ്റായി കിടന്നിട്ട് സ്പ്രെഡ് ആകാണ്ട് കിടക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ.